ഒന്നേ ഉള്ളൂ എന്നാണ്. ജീവിതം ഒന്നേ ഉള്ളൂ എന്നാണ്. അപ്പം ജീവിതത്തിൽ നമ്മൾ പരമാവധി സന്തോഷിക്കുക. സന്തോഷം, ഇപ്പം നല്ല ചിന്താഗതികൾ, നല്ല പ്രവൃത്തികൾ, ഇവയൊക്കെ എന്താണ്? സന്തോഷദായകങ്ങളാണെന്നാണ് കേട്ടോ. സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവയാണ് നല്ല ചിന്താഗതികളും നല്ല പ്രവൃത്തികളും ഒക്കെ. അപ്പം നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുക? നല്ല ചിന്താഗതികൾ നമ്മൾ വെച്ചു പുലർത്തുക. അതുപോലെ തന്നെ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുക. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ. അപ്പം ആരായിരിക്കണം ഒരു നല്ല സുഹൃത്ത്? ഒരു നല്ല സുഹൃത്തെന്ന് പറഞ്ഞാൽ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്നാണ് കേട്ടോ. ഒരു നല്ല സുഹൃത്തിനെ പറ്റിയുള്ള എൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നമ്മെ നന്മയിലേക്ക് നയിക്കുന്ന ഒരാളായിരിക്കണം ഒരു നല്ല സുഹൃത്ത് കേട്ടോ. ഒരിക്കലും തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഒരു നല്ല സുഹൃത്തല്ല. അത് നമ്മളെ നന്മയിലേക്ക് നയിക്കുന്ന ഒരാളാണ് ഒരു യഥാർത്ഥ നല്ല സുഹൃത്ത് കേട്ടോ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആപത്തിൽ ഉപകരിക്കുന്നവനുമാണ് ഒരു യഥാർത്ഥ നല്ല സുഹൃത്ത്. അങ്ങനെയുള്ള നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നമുക്കുണ്ടെങ്കിൽ എന്താണ്? നല്ല സുഹൃത്ത് ബന്ധങ്ങൾ സന്തോഷദായകങ്ങളാണെന്നാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മളുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ കോപത്തെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ദേഷ്യത്തെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ദേഷ്യത്തെ ഒഴിവാക്കുക. ഈ ദേഷ്യമെന്ന് പറഞ്ഞാൽ ദേഷ്യം ഒരിക്കൽ പോലും സന്തോഷദായകമല്ല. ഒരിക്കൽ പോലും നമുക്ക് ദേഷ്യം എന്ത് നൽകുന്നില്ല? സന്തോഷം നൽകുന്നില്ല. ദേഷ്യം നമ്മുടെ ശാരീരികാരോഗ്യത്തെയും മാനസികാരോഗ്യത്തെയും എന്ത് ചെയ്യുന്നു? തകർത്ത് കളയുന്നതാണ്. അതുകൊണ്ട് ദേഷ്യത്തെ നമ്മൾ എന്ത് ചെയ്യുക? ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ചും അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടാൻ പാടില്ല കേട്ടോ. നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ചും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടാൻ പാടില്ല കേട്ടോ. ഏത് വ്യക്തിയോടും നമ്മൾ എന്ത് ചെയ്യുക? ആ പോസിറ്റീവ്, അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തിൽ അബ്സോർബ് ചെയ്യുക, അല്ലെങ്കിൽ ജീവിതത്തിൽ പകർത്തുക. ഒരു വ്യക്തിയുടെ നെഗറ്റീവ് സൈഡ് നമ്മൾ എന്ത് ചെയ്യുക? നെഗറ്റീവ് വശം നമ്മൾ അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഒരിക്കലും ഒരു വ്യക്തിയുടെ നെഗറ്റീവ് സൈഡ് നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കരുത്. അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് ആയ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പോസിറ്റീവായ കാര്യങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തിൽ പകർത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും ജീവിതത്തിൽ നമ്മുടെ മനസ്സെപ്പോഴും എന്തായിരിക്കണം? നമ്മുടെ മനസ്സെപ്പോഴും നല്ല ചിന്തകളുടെയും നല്ല പ്രവൃത്തികളുടെയും ഒരു ഉറവിടമായിരിക്കണം. സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉറവിടമായിരിക്കണം നമ്മളുടെ മനസ്സ്. ഒരിക്കൽ പോലും നമ്മളുടെ മനസ്സിൽ ദ്രോഹചിന്തയ്ക്ക് സ്ഥാനം കൊടുക്കാൻ പാടില്ല. ദ്രോഹചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? സ്വയം ഇല്ലാതായി തീരുമെന്നാണ്. അതുകൊണ്ട് ഒരിക്കലും ദ്രോഹചിന്തകൾക്ക് നമ്മൾ മനസ്സിൽ സ്ഥാനം കൊടുക്കാൻ പാടില്ല കേട്ടോ. അതുപോലെ തന്നെ ജീവിതത്തിൽ സത്യം പറയുന്ന ഒരു ശീലമാക്കുക കേട്ടോ. നമ്മൾ ഒരിക്കലും പോലും കള്ളങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. ഇപ്പം നിങ്ങൾ ഞാൻ കള്ളങ്ങൾ പറയാറില്ല കേട്ടോ. ഞാൻ മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും ഞാൻ അങ്ങനെ കള്ളങ്ങൾ പറയാറില്ല. സത്യം പറയുന്ന ഒരു ശീലമാക്കുക ജീവിതത്തിൽ കേട്ടോ. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക കേട്ടോ. നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ജീവിതം ഒരുപാട് അങ്ങ് ഹൈറ്റ്സിലേക്ക് പോകുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ചിന്തകളും പ്രവൃത്തികളും നമ്മളുടെ ഭാഗത്തുണ്ടെങ്കിൽ മാത്രമേ നമ്മെ എന്തു ചെയ്യുള്ളൂ? നമ്മെ ഭാഗ്യം കൂടി കടാക്ഷിക്കുകയുള്ളൂ. ഭാഗ്യം നമ്മെ കടാക്ഷിക്കണം എന്ന് വേണം നമ്മുടെ പ്രവൃത്തികളും ചിന്തകളും എന്തായിരിക്കണം? നല്ലതായിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കേണ്ട ഒന്നാണ് പരിശ്രമം. പരിശ്രമം ജീവിതത്തിൽ എപ്പോഴും ഒരു ഭാഗമാക്കുക. നല്ല പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ജീവിതത്തിൽ ഒരുപാട് ഹൈറ്റ്സിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് വളരുവാനായിട്ട് കഴിയുകയുള്ളൂ. നല്ല പരിശ്രമം ജീവിതത്തിൽ അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ക്ഷമ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. ക്ഷമയില്ല എങ്കിൽ ഒരു വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും എങ്ങും ശോഭിക്കുകയില്ല. അദ്ദേഹം എല്ലാ മേഖലയിലും എന്ത് ചെയ്യും? പിന്തള്ളപ്പെട്ടു പോകും, അല്ലെങ്കിൽ അകപ്പതിച്ചു പോകുന്നതാണ്. അത് ജീവിതത്തിലായാലും ശരി, പ്രൊഫഷണലായാലും ശരി, എവിടെ ആയാലും ഒരു വ്യക്തിക്ക് അമിതമായ ദേഷ്യമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹമെങ്കിൽ അദ്ദേഹം ജീവിതത്തിൽ എന്ത് ചെയ്യും? പിന്നോട്ടടിച്ചു പോകും. അതുകൊണ്ട് ജീവിതത്തിന് ക്ഷമ ഒരു ഭാഗമാക്കുക.
നല്ല ചിന്തകളെ മുൻനിർത്തി നമ്മൾ എന്ത് ചെയ്യുക, ജീവിതത്തെ മുന്നോട്ട് നയിക്കുക.